Good afternoon all. Good afternoon. Okay, കഴിഞ്ഞ ദിവസത്തെ വായിച്ചു നോക്കിയായിരുന്നോ? നമ്മള് എവിടം വരെയാ എടുത്ത് നിർത്തിയത്? Significance of employees relations. അതിന്റെ പോയിന്റ്സ് അല്ലേ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? തേർഡ് പോയിന്റ് വരെയാണോ എടുത്ത് നിർത്തിയത്? ആണോ? ആണോ? നമുക്ക് വായിച്ചു നോക്കിയായിരുന്നു അല്ലേ? 10 പോയിന്റ് വരെ ഫെസിലിറ്റേഷൻ ചേഞ്ചസ് അല്ലേ? നമുക്കിനി നെക്സ്റ്റ് നോക്കേണ്ടത് മീൻസ് കളക്റ്റീവ് ബാർഗെയിൻ എഫക്റ്റീവ് തുടങ്ങിയാണ്. വായിച്ചു നോക്കിക്കാണും അല്ലെ? എന്തായാലും സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. എന്താണ് എംപ്ലോയീസ് റിലേഷൻസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം നല്ലൊരു ബന്ധം അത് ഒരു ഓർഗനൈസേഷനിൽ ആവശ്യമാണ്. തീർച്ചയായിട്ടും നല്ല ബെറ്റർ ആയിട്ട് ആ ഫ്ലോ ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് ഫ്ലോമിന്റെ ഒരു ഫ്ലോ എന്ന് പറയുന്നത് ഒരിക്കലും തടസ്സമില്ലാതെ മുന്നോട്ട് പോകണമെങ്കിൽ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യും അല്ലെ? അപ്പോ ഇത് അതുകൊണ്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള സിഗ്നിഫിക്കൻസ്, ഈ നല്ലൊരു റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ അതുകൊണ്ടുണ്ടാവുന്ന ഒരു ഇമ്പോർട്ടൻസ് ആണ് അവിടെ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് എന്താണ്? മേക്സ് ദ കളക്റ്റീവ് ബാർഗെയിനിങ് എഫക്റ്റീവ്. നല്ല രീതിയിൽ നമുക്കറിയാം ബാർഗെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. തൊഴിലുടമയും തൊഴിലാളികളൊക്കെ തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ചർച്ച സംഘടിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവര് പങ്കാളികളാവാനായിട്ട് വരും അല്ലെ? ഇന്നത്തെ പ്രസിഡന്റിന്റെ ഡേറ്റ് ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അവര് എന്തായാലും കൃത്യസമയത്തൊക്കെ എത്തിച്ചേർന്ന ചർച്ചയിൽ പങ്കെടുക്കാനൊക്കെ ആയിട്ട് വരും. ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ആർ വെരി ക്രൂഷ്യൽ ഫോർ effective collective bargaining, beneficial both the parties. That is, employee and employer to arrive at such an agreement which is beneficial for both of them. Okay, നമുക്കറിയാം ഒരു ചർച്ച സംഘടിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും തൊഴിലുടമയുടേതായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ തൊഴിലാളികളാണെങ്കിലും അവരുടേതായിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവതരിപ്പിക്കും. പരസ്പരം നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ അവർക്ക് ഇരുകൂട്ടർക്കും വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള ഒരു എഗ്രിമെന്റിലേക്ക് അല്ലെ അവിടെ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലാണ് ഈ ചർച്ച. ചിലപ്പോൾ നമുക്കറിയാം ചർച്ചയിൽ നിന്ന് വിട്ടു നിന്നു അല്ലെ, ഒരു വിഭാഗം പേര് ചർച്ചയിൽ പങ്കെടുത്തില്ല എന്നൊക്കെ വരുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു എഗ്രിമെന്റിലേക്ക് എത്താൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണ് അവിടെ സംഭവിക്കുന്നത് അല്ലേ? ശരിയല്ലേ? നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലല്ലേ അവിടെ ബാർഗെയിൻ ചെയ്യാനായിട്ട് നമുക്കറിയാം വിലപേശിയാണെങ്കിലും ചർച്ചയിൽ പങ്കെടുക്കാനാണെങ്കിലും എല്ലാം കൊണ്ടും സാധിക്കും അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും ചർച്ചയിൽ ഉടനീളം പങ്കെടുക്കാനായിട്ട് പറ്റണമെങ്കിൽ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് അവിടെ കീപ്പ് ചെയ്യേണ്ടതാണ്. കളക്റ്റീവ് ബാർഗെയിനിങ് എഫക്റ്റീവ്. തീർച്ചയായിട്ടും നമുക്കറിയാം ഇവിടെ എംപ്ലോയി ആയിട്ട് എംപ്ലോയർക്ക് നമുക്കറിയാം ഒരു എഗ്രിമെന്റ് നല്ല രീതിയിൽ എഗ്രിമെന്റ് എടുക്കുകയാണെങ്കിൽ ഇരുകൂട്ടർക്കും അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. സിക്സ്ത് പോയിന്റ് നോക്കുകയാണെങ്കിൽ മെന്റൽ റവല്യൂഷൻ. എന്താണ് മെന്റൽ റവല്യൂഷനിൽ പറയുന്നത്? Okay, the process of a joint consultation between employee and employer opens the path for individual democracy. ഇരുകൂട്ടരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു ചർച്ചയൊക്കെ സംഘടിപ്പിക്കുമ്പോൾ എന്താ പ്രത്യേകത? അവിടെ ഒരു അല്ലെ നമുക്കറിയാം ഒരു പൊതുജനാഭിപ്രായം അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ഒരു തീരുമാനം അല്ലെ, ജനാധിപത്യത്തിന് ഒരു മൂല്യം കൽപ്പിക്കുന്നുണ്ട് അല്ലെ? ഒരു കൂട്ടരെ അടിച്ചേൽപ്പിക്കുന്ന ഒരു
ഇതല്ല, ഒരു കോൺട്രാക്ടോ അല്ലെങ്കിൽ ഒരു നിയമമോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം അവിടെ നമ്മൾ സ്ഥാപിക്കുന്നത് ഇരുകൂട്ടർക്കും തൊഴിലുടമയ്ക്കും തൊഴിലാളികൾക്കൊക്കെ ഒരേപോലെ അനുയോജ്യമായിട്ടുള്ളത് ഏതാണോ അതാണ് അവിടെ എഗ്രിമെന്റിലേക്ക് എത്തിപ്പെടുന്നത്. സോ അവിടെ ഒരു ഇൻഡിവിജ്വൽ ഡെമോക്രസി ഫോം ചെയ്യാനായിട്ട് സാധിക്കുന്നു. നമുക്കറിയാം പരസ്പരം ധാരണയോട് കൂടിയിട്ടാണ് എഗ്രിമെന്റിൽ എത്താനായിട്ട് സാധിക്കുന്നത്. ദിസ് എൻകറേജസ് the workers to perform excellently and consequently get a share in the profits of the organization together with the management. Okay, in case നമുക്കറിയാം അവിടെ അല്ലെ അവിടെ നല്ല രീതിയിൽ ഇതുണ്ടായെങ്കിൽ അല്ലെ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഒക്കെ കാത്തു സൂക്ഷിച്ച് നമുക്കറിയാം അവിടെ ഒരു മാനസികമായിട്ട് ഒരു പരസ്പര ഐക്യമുണ്ടെങ്കിൽ എന്താ പ്രത്യേകത, ഓർഗനൈസേഷൻ നല്ല ബെനിഫിഷ്യൽ ആയിട്ട് പോവുകയാണെങ്കിൽ ഒരു പ്രോഫിറ്റബിൾ ആയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിനൊരു ഷെയർ അല്ലെങ്കിൽ ഒരു പ്രൊപ്പോർഷനേറ്റ് ആർക്കും കൂടി തൊഴിലുടമ തൊഴിലാളിക്കും കൂടി ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരു മനസ്ഥിതി കാണിക്കും അല്ലെ. ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ടോട്ടലി ചേഞ്ച് ദ പെർസ്പെക്റ്റീവ് ഓഫ് ദ എംപ്ലോയീസ് ആൻഡ് എംപ്ലോയേഴ്സ് അല്ലെ. നല്ലൊരു റിലേഷൻഷിപ്പ് ഉള്ളത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു ധാരണയിൽ എത്താൻ പറ്റുന്നത്. അതായത് നമുക്ക് അവരുടെ കഠിന പ്രയത്നം കൂടിയിട്ടാണ് ഈ ഒരു പ്രോഫിറ്റ് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. സോ നമുക്കുള്ള ഒരു ബെനിഫിഷ്യല് അത് അവർക്കും കൂടി പങ്കുവെച്ച് കൊടുക്കണം അല്ലെ. അങ്ങനെ ഒരു മൈൻഡിലേക്ക് വരണമെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടായിരിക്കണം അല്ലെ. അങ്ങനെ വരുമ്പോഴാണ് അവർക്ക് ഇങ്ങനെയൊക്കെ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നത്. സോ നമുക്കറിയാം എന്താണ് ഒരു മെന്റൽ റെവല്യൂഷൻ, ഒരു മാനസിക വിപ്ലവം, അതായത് മനസ്സിൽ ഐക്യത്തോട് കൂടിയിട്ടുള്ള ഒരു മുന്നേറ്റം നേടാനായിട്ടുള്ള ഒരു സാഹചര്യം അവിടെ ഉടലെടുക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും നമുക്ക് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ഫെസിലിറ്റേറ്റ് വർക്കേഴ്സ് ഡെവലപ്മെന്റ്. ഓക്കെ, തൊഴിലുടമ ഇപ്പൊ ഇടയ്ക്കൊക്കെ തൊഴിലുടമ വരുമ്പോൾ എംപ്ലോയീസ് ഒക്കെ പറയണം ഞങ്ങൾക്ക് വർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പുതിയൊരു മെഷീൻ സ്ഥാപിച്ചിട്ട് നമുക്ക് അതിന്റെ ഒരു അല്ലെ കൃത്യമായിട്ട് അതിന് ട്രെയിനിങ് ഒന്നും കിട്ടാത്തത് കൊണ്ട് ഞങ്ങൾക്ക് നല്ല സ്പീഡിലൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉള്ള നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അവരെന്താണ് അവർക്ക് ഇൻഫോം ചെയ്യാനായിട്ട് സാധിക്കും. സോ അങ്ങനെ വരുമ്പോൾ ഓക്കെ അതിനെന്താന്ന് ഫോം വഴിയെന്ന് ആലോചിച്ച ഒരു ട്രെയിനിങ് കാര്യങ്ങളൊക്കെ അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം വർക്കേഴ്സിന്റെ അല്ലെ സ്കില്ല് നോളജ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. പിന്നെ ഹാർമോണിയസ് ക്ലൈമറ്റ്, ന്യൂ പ്രോഗ്രാംസ് ലൈക്ക് ലേബർ വെൽഫെയർ ഫെസിലിറ്റീസ്, ട്രെയിനിങ് ഫെസിലിറ്റീസ് എക്സെട്ര can be introduced that help in the development of workers. തീർച്ചയായിട്ടും നമുക്കറിയാം ട്രെയിനിങ്ങും അല്ലെങ്കിൽ പുതിയ പ്രോഗ്രാംസുകളൊക്കെ സൗകര്യങ്ങളൊക്കെ എംപ്ലോയിക്ക് വേണ്ടി ചെയ്ത് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ സ്കില്ലും നോളജും ഡെവലപ്പ് ചെയ്യും അല്ലേ. എംപ്ലോയിയുടെ സ്കില്ലും നോളജ് ഡെവലപ്പ് ചെയ്യില്ലേ ട്രെയിനിങ് ഒക്കെ കൊടുക്കുമ്പോൾ? ചെയ്യോ? അതിന് സാധ്യതയുണ്ടോ? എന്താ പറയാ, വെച്ച് നേരമാണ് നമ്മൾ സൈലന്റ് ആയിട്ട് പോയി ഓക്കെ സാധ്യതയുണ്ട് അല്ലെ. അവിടെ ട്രെയിനിങ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവരുടെ സ്കില്ല് നോളജ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ നമുക്കറിയാം ആ ഒരു റിലേഷൻഷിപ്പ് ഉള്ളത് കൊണ്ടാണ് ട്രെയിനിങ് വേണമെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ട്രെയിനിങ് അവർക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുന്നത്. സോ അവരുടെ സ്കില്ല് നോളജ് ഡെവലപ്പ് ചെയ്ത് മുന്നേറാനായിട്ട് പറ്റുന്നത്. Then these programs enhance the skills of the workers and result in increased productivity at a lower cost. Okay, ഇതുകൊണ്ട് എംപ്ലോയർക്കും ഗുണമുണ്ട്. കാരണം ആ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ അവരുടെ നോളജ് സ്കിൽ ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്താണ് അവരുടെ ഉത്പാദനക്ഷമത വർദ്ധിക്കും അല്ലെ. അവരുടെ സ്പീഡിൽ തന്നെ വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. നല്ലൊരു പേടിയൊന്നും കൂടാതെ കോൺഫിഡൻസോട് കൂടിയിട്ട് അവർക്ക് വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അങ്ങനെ സാറ്റിസ്ഫാക്ഷനോട് കൂടി വർക്ക് ചെയ്യുമ്പോൾ എന്താണ് ഉത്പാദനക്ഷമത കൂടും അല്ലെ. അവിടെ ഉത്പാദിപ്പിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി കൂടുതൽ സംഭവങ്ങൾ ഉത്പാദിപ്പിക്കാനായിട്ട് അവരെ കൊണ്ട് സാധിക്കും. സോ എന്താണ് ഇത്തരത്തിലുള്ള ബെറ്റർ റിലേഷൻഷിപ്പ് ഫെസിലിറ്റേറ്റ് വർക്കേഴ്സ് ഡെവലപ്മെന്റ്. റെഡ്യൂസ് വേസ്റ്റേജ്. വേസ്റ്റേജുകൾ റെഡ്യൂസ് ചെയ്യുന്ന ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് വരുമ്പോൾ അക്കോർഡിംഗ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ആർ ഓൾവേസ് ബേസ്ഡ് ഓൺ മ്യൂച്വൽ സപ്പോർട്ട് ആൻഡ് അക്നോളജ്മെന്റ് ഓഫ് ഈച്ച് അതേഴ്സ് നീഡ്സ്. ഓക്കെ, നമ്മളിപ്പോ പറഞ്ഞു ഇപ്പൊ തൊഴിലാളികളുടെ പ്രോബ്ലംസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി തൊഴിലുടമ ഫേവറബിൾ ആയിട്ട് ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നു. ഇപ്പൊ തൊഴിലുടമ ഇടയ്ക്ക് വന്നിട്ട് പറയാ നമ്മൾ ഇത്ര റിസ്ക് എടുത്ത് ഇത്രയും എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, നിങ്ങൾ അതൊന്നും വേസ്റ്റ് ആക്കരുത് അല്ലെ. എന്തെങ്കിലും വേസ്റ്റ് ആക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൃത്യമായിട്ട് തന്നെ ഇൻഫോം ചെയ്യും. ഓക്കെ, അപ്പൊ എംപ്ലോയി ഓക്കെ നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതാണ്, അപ്പൊ നമ്മൾ ഒരിക്കലും വേസ്റ്റ് ആക്കിയിരുന്ന ഒരു മൈൻഡ് ആർക്കും ഉണ്ടാവും, എംപ്ലോയേഴ്സിനും ഉണ്ടാവും. സോ എന്താണ് ഇങ്ങനെ ഒരു ബെറ്റർ റിലേഷൻഷിപ്പോട് കൂടിയിട്ട് റെഡ്യൂസ് വേസ്റ്റേജുകൾ റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു, കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു. It enhances
Production and reduce the wastage of organizational resources, that is a man, material, and machines, hence safeguarding the national interest. Okay, നമുക്കറിയാം ഓർഗനൈസേഷന്റെ റിസോഴ്സസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കമ്പനിയുടെ ഒക്കെ റിസോഴ്സസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം എന്തൊക്കെയായിരിക്കും? മെറ്റീരിയൽസ് ഉണ്ട്, മെഷീൻ ഉണ്ട്, മാൻ ഉണ്ട്, അല്ലെ? ഹ്യൂമൻ റിസോഴ്സസ് ഒക്കെ അവിടെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസോഴ്സസ് ആണ്, അല്ലെ? ആണോ? അപ്പൊ ഇതില് കൃത്യമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അവിടെ വ്യക്തികളാണെങ്കിൽ മാക്സിമം അവരുടെ എഫേർട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. കാരണം അവരുടെ ഒരു സമയം അവർ വേസ്റ്റ് ആക്കുന്നില്ല. മെറ്റീരിയൽസ് ഒക്കെ ആണെങ്കിലും കാരണം ഓക്കെ അവരുടെ മെറ്റീരിയൽസ് ഒക്കെ ആണെങ്കിൽ അവരെ മാക്സിമം യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. മെഷീൻ ഒക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യാനൊക്കെ അവർ ശ്രമിക്കുന്നു. ഒരിക്കലും ടൈമും അല്ലെങ്കിൽ അവരുടെ എനർജിയും അല്ലെങ്കിൽ മെഷീന്റെ ആ എഫിഷ്യൻസിയും ഒന്നും അവരെ വേസ്റ്റ് ആക്കുന്നില്ല. സോ ഇപ്പൊ ഇൻ കേസ് ചോദിക്കുകയാണ് ഇപ്പൊ എന്താ നല്ല റിലേഷൻഷിപ്പ്, ബെറ്റർ റിലേഷൻഷിപ്പ്, റെഡ്യൂസ് വേസ്റ്റേജ്, അല്ലെ വിച്ച് ഓഫ് ദ ഹ്യൂമൻ റിസോഴ്സ്, വിച്ച് ഓഫ് ദ ഓർഗനൈസേഷൻ റിസോഴ്സസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്ന് നോട്ട് ചെയ്യുക. എന്തെങ്കിലും ഓപ്ഷൻസ് ഒക്കെ തന്നെയാണ്. ഞാൻ മെറ്റീരിയൽസ്, മെഷീൻസ് ഒക്കെ അതിൽ ഇൻക്ലൂഡഡ് ആണ് എങ്കിൽ ഓർത്ത് വെക്കണം. ഓക്കെ, കമ്പനിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഓർഗനൈസേഷനെ സംബന്ധിച്ചൊക്കെ ഇതൊക്കെ പ്രധാനപ്പെട്ട റിസോഴ്സസ് ആണ്. ഇതിൽ ഏതെങ്കിലും റിസോഴ്സസ് വേസ്റ്റ് ആയി പോയാൽ മെഷീൻ അവിടെയുള്ള ഹ്യൂമൻ ബീയിങ് എന്താണ് അവരുടെ സമയം കെയർലെസ് ആയിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ, മെറ്റീരിയൽസ് എന്താണ് ഒരുപാട് മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, മെഷീനറി ആണെങ്കിൽ നന്നായിട്ട് ഓപ്പറേറ്റ് ചെയ്തില്ല എങ്കിലൊക്കെ തീർച്ചയായിട്ടും കമ്പനിക്ക് നഷ്ടം സംഭവിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. സോ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാവുമ്പോഴാണ് അവരൊരു കമ്മിറ്റ്മെന്റോട് കൂടിയിട്ട് സിൻസിയർ ആയിട്ട് എംപ്ലോയീസ് വർക്ക് ചെയ്യാനായിട്ട് തയ്യാറാവുള്ളൂ. ഓക്കെ അല്ലേ? ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേരെ. മാൻ, മെറ്റീരിയൽസ് ആൻഡ് മെഷീൻസ് അല്ലെ എന്താണ് ഓർഗനൈസേഷൻ റിസോഴ്സസ് ആണ് നമുക്ക് ഓർത്ത് വെച്ചേക്കാം. Guarantees smooth production. Guarantees smooth production എന്ന് പറയുന്നത് the main role of industrial relations is that it guarantees uninterrupted production resulting in continuous employment at all levels of the organization, whether it is for a manager or worker. Okay, in case ഒരു വർക്കർ ആയിക്കോട്ടെ മാനേജർ ആയിക്കോട്ടെ, ഓർഗനൈസേഷനെ സംബന്ധിച്ച് നമുക്കറിയാം നല്ല രീതിയിൽ അവർ കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ വർക്കുകൾ കൈകാര്യം ചെയ്യണം, അല്ലെ? നന്നായിട്ട് വർക്ക് ചെയ്ത് ഇപ്പൊ ഇൻ കേസ് മാനേജ്മെന്റ് ലെവലിൽ അവർ നല്ലൊരു ഡിസിഷൻസ് ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നാലാണ് വർക്കേഴ്സിന്റെ ഇടയിൽ നടപ്പാക്കാൻ സാധിക്കുകയുള്ളൂ. വർക്കേഴ്സ് ആണെങ്കിലും ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നല്ല രീതിയിൽ ഫോളോ ചെയ്ത് പോകണം, അല്ലെ? അവര് നല്ല ബെറ്റർ ആയിട്ട് ആ ഒരു റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ട് തന്നെയായിരിക്കും അവിടെ യാതൊരു ഇന്ററപ്ഷനും തടസ്സങ്ങളൊന്നും ഇല്ലാതെ തന്നെ അവിടെ വർക്കിംഗ് ഒക്കെ മുന്നോട്ട് പോകാൻ സാധിക്കും. അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി വർക്കിംഗ് കണ്ടീഷൻ ശരിയല്ല, അല്ലെങ്കിൽ സാലറി മതിയായ രീതിയിൽ തരുന്നില്ല, അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കറിയാം എന്തെങ്കിലും സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. ആ ഫ്ലോ ഓഫ് വർക്കിൽ ഒരു തടസ്സം നേരിടാൻ സാധ്യതയുണ്ട്, അല്ലെ? ബെറ്റർ റിലേഷൻഷിപ്പ് വരുമ്പോഴെന്താണ് ഇങ്ങനെ ഒരു തടസ്സത്തിന്റെ ആവശ്യമില്ല, അല്ലെ? പരസ്പരം ചർച്ചകളൊക്കെ സംഘടിപ്പിച്ച് അവർക്ക് പരിഹാരങ്ങളൊക്കെ കണ്ടെത്തി മുന്നേറാനായിട്ട് സാധിക്കുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെയൊരു തടസ്സങ്ങൾ അവിടെ അഭിമുഖീകരിക്കേണ്ടി വരുന്നില്ല. Due to continuity of production, all the organizational resources are effectively used, which leads to higher production for the firm and continuous earning for the workers. ഇങ്ങനെ എന്താണ് ഒരു തടസ്സമില്ലാതെ വർക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്താ പ്രത്യേകത? ഓർഗനൈസേഷന് നല്ല രീതിയിൽ തന്നെ അതിന്റെ പ്രോഫിറ്റ് ഗെയിൻ ചെയ്യാൻ സാധിക്കും. സാധിക്കില്ലേ? സാധിക്കും, അല്ലെ? അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഒരു യാതൊരു തടസ്സമില്ലാതെ വർക്കുകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വർക്കേഴ്സിനും അതേമാതിരി തന്നെ എംപ്ലോയർക്കാണെങ്കിലൊക്കെ എന്താണ് അവരുടെ ഏർണിങ്സ് ഒക്കെ കൃത്യമായിട്ട് നേടാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇമ്പോർട്ടൻസ് ബെറ്റർ റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും ഒരു കമ്പനിക്ക് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം അതുകൊണ്ട് എപ്പോഴും ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കാനായിട്ടാണ് സാധിക്കുക. ഉത്പാദനക്ഷമത വർദ്ധിക്കുമ്പോഴെന്താണ് പ്രോഫിറ്റ് നന്നായിട്ട് തന്നെ ഗെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അല്ലേ? എന്തെങ്കിലും പോയിന്റ്സ് ഡൗട്ട് ഉണ്ടോ? തർക്കങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നു. then അവരുടെ മനോവീര്യം വർദ്ധിപ്പിക്കുന്നു. അതൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യേണ്ടതാണ് കേട്ടോ. ഗുഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ഇൻക്രീസ് ദ വർക്കേഴ്സ് മൊറൈൽ, അല്ലെ? ഡാഷ് ഇൻക്രീസ് ദ വർക്കേഴ്സ് മൊറൈൽ എന്നൊക്കെ ഒരു സിമ്പിൾ ക്വസ്റ്റൻ ഒക്കെ കണ്ടിട്ടുണ്ട്. നല്ല റിലേഷൻഷിപ്പ് ആണ് അവരുടെ എന്താ പറയുക മനോവീര്യം ഒക്കെ വർദ്ധിപ്പിക്കുന്നത്. പ്രൊവൈഡ്സ് ബെനിഫിറ്റ്സ് ഓഫ് വർക്കേഴ്സ്, നല്ല രീതിയിൽ അവരുടെ വർക്കേഴ്സിനൊക്കെ ബെനിഫിറ്റ്സ് ഒക്കെ ലഭ്യമാക്കാൻ സാധിക്കുന്നു. then helping the facilitation of changes,
അതും നമുക്കറിയാം ചേഞ്ചസ് നമുക്കറിയാം പീസ്ഫുൾ ഇൻഡസ്ട്രി റിലേഷൻസ് ആണ് ഇമ്പോർട്ടൻറ്റ്. ബോത്ത് തൊഴിലാളികൾക്കും തൊഴിലുടമയ്ക്കൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സമാധാന അന്തരീക്ഷം എന്ന് പറയുന്നത്. പറഞ്ഞ മാതിരി നമുക്ക് ഫെസിലിറ്റേറ്റ് അല്ലെ എല്ലാ തരത്തിലുള്ള ചേഞ്ചസുകൾ നമുക്ക് കൈകാര്യം ചെയ്യണമെങ്കിൽ പുതുമ വരികയാണെങ്കിൽ ആ പുതുമയെ ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പും നല്ല ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ഒക്കെ അവിടെ ആവശ്യമാണ്. ഓക്കെ, പിന്നെ ഇന്ന് നമ്മളെടുത്തു കളക്റ്റീവ് ബാർഗൈനിങ് എഫക്റ്റീവായിട്ട് നടത്താൻ പറ്റുന്നു, ബെറ്റർ റെവല്യൂഷൻ, പിന്നെ ഫെസിലിറ്റേറ്റ് വർക്കേഴ്സ് ഡെവലപ്മെന്റ്, റെഡ്യൂസ് വേസ്റ്റേജ്. വേസ്റ്റേജിൽ നമ്മൾ പറഞ്ഞു എന്തൊക്കെ റിസോഴ്സസ് ആണ്, മെറ്റീരിയൽ മെഷീൻ റിസോഴ്സുകളൊക്കെ അത് ഒരിക്കലും വേസ്റ്റേജ് ആക്കാതെ തന്നെ യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നു. ഗ്യാരണ്ടി സ്മൂത്ത് പ്രൊഡക്ഷൻ. ഓക്കെ അല്ലേ? ചെയ്തുപോലോ? ഓക്കെ അല്ലേ? ഭാഗത്തേക്ക് പോകാം. നമുക്ക് നെക്സ്റ്റ് നോക്കാം ട്രേഡ് യൂണിയൻസ്. ഓക്കെ, നമുക്കറിയാം ട്രേഡ് യൂണിയനെ കുറിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലെ. എന്താണ് ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത്? ആർക്ക് വേണ്ടിയിട്ടായിരിക്കും ട്രേഡ് യൂണിയൻ നിലകൊള്ളുന്നത്? ട്രേഡ് യൂണിയനുകൾ എംപ്ലോയിക്ക് വേണ്ടിയിട്ട്. എപ്പോഴും ചോദിച്ചു കാണാറുള്ളത് കൊണ്ട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ് ട്രേഡ് യൂണിയനുകൾ നിലകൊള്ളുന്നത്. ഓക്കെ, ഇനി നമുക്ക് അത് വെച്ച് നമുക്ക് നോക്കാം എന്താണ് പൊതുവെ ട്രേഡ് യൂണിയനുകൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂട്ടിലൈസ് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. Meaning and definition of a trade union: to represent the goals and industry in a better manner, the employees can join an organization which is called a trade union. ഓക്കെ, അത് ആ ഒരു രീതിയിൽ തന്നെ നമുക്കറിയാം ട്രേഡ് യൂണിയനിൽ എന്തിനു വേണ്ടിയിട്ടാണ് എംപ്ലോയീസ് ജോയിൻ ചെയ്യുന്നത്? അവരുടെ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ അത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ. തൊഴിലാളികളുടെ ക്ഷേമം, തൊഴിലാളികളുടെ താല്പര്യങ്ങളൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ട്രേഡ് യൂണിയനുകൾ നിലകൊള്ളുന്നത്, അതിൽ മെമ്പർഷിപ്പ് എടുക്കുന്നത്. For this, the employees pay an annual fee and in response to it, their interest and powerfully represented. ഓക്കെ, നമുക്കറിയാം ചെറിയ രീതിയിലൊക്കെ അവര് എന്താണ് മെമ്പർഷിപ്പുമായി ബന്ധപ്പെട്ട ഒരു പേയ്മെന്റ് ഒക്കെ കൊടുത്തിട്ടാണ് ഇതില് റെപ്രസെന്റേഷൻ മെമ്പർഷിപ്പ് ഒക്കെ അവർക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നു. This is more effective than negotiating for such rights with the employer on an individual basis. ഓക്കെ, വ്യക്തിപരമായിട്ട് നോക്കിയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊക്കെ അറിയാം ഒരു വലിയ വലിയ കമ്പനി ആകുമ്പോൾ ഒരു തൊഴിലാളി ചെന്നുകൊണ്ട് അവരുടെ ആവശ്യങ്ങളൊക്കെ തൊഴിലുടമയോട് നിർത്താൻ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അവരെ ശ്രദ്ധിക്കണമെന്നില്ല അല്ലെ. നമ്മുടെ തൊഴിലാളിയാണ്, തൊഴിലാളികള് നമ്മൾ പറയുന്നത് കേൾക്കണം എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടിയിട്ടായിരിക്കും തൊഴിലുടമ അവിടെ വ്യാപരിക്കുന്നത്. സോ ഇവരെയൊക്കെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് അവിടെ യൂണിയനുകള് അവിടെ അവരുടേതായിട്ടുള്ള എംപ്ലോയീസിന്റേതായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നത് അല്ലെ. അപ്പൊ നോക്കുക എന്താണ് for this employees pay an annual fees and response to their interest and powerful representative. അവർക്ക് ശക്തമായിട്ട് ഒരു റെപ്രസെന്റേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അവര് എന്താണ് മെമ്പർഷിപ്പ് ഒക്കെ എടുക്കുന്നത്. ദിസ് ഇസ് മോർ എഫക്റ്റീവ് ദാൻ നെഗോഷിയേറ്റിംഗ് ഫോർ സച്ച് റൈറ്റ്സ് വിത്ത് ദ എംപ്ലോയർ ഓൺ ആൻ ഇൻഡിവിജ്വൽ ബേസ് അല്ലെ. ഇൻഡിവിജ്വൽ ബേസിൽ തന്നെ തൊഴിലുടമയോട് അവരുടെ അവകാശങ്ങളൊക്കെ നല്ല അല്ലെ ഫലപ്രദമായ രീതിയിൽ നമുക്ക് എന്താണ് അവിടെ ശ്രദ്ധപ്പെടുത്താനായിട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ട്രേഡ് യൂണിയൻസ് ആറ് ഫോംഡ് വർക്കേഴ്സ് ജോയിൻ ടുഗദർ അല്ലെ. സാധാരണ രീതിയിൽ നമുക്കറിയാം വർക്കേഴ്സുകൾ യൂണിയനിൽ ജോയിൻ ചെയ്ത് കഴിയുമ്പോഴാണ് ഇപ്പൊ നമുക്കറിയാം ചെറിയ ചെറിയ ട്രേഡ് യൂണിയനുകളാണെങ്കിൽ കൂടി ഒരുപാട് വർക്കേഴ്സ് അതിൽ ജോയിൻ ചെയ്യുമ്പോൾ എന്താണ് അതൊരു വലിയൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് അവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് കുറച്ച് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധ്യത. കാരണം മെമ്പർഷിപ്പ് കൂടുന്നതനുസരിച്ചിട്ട് അവർക്ക് സ്ട്രെങ്ത് വർദ്ധിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. There are also known as organizations of workers against the management. ഓക്കെ, ട്രേഡ് യൂണിയനെ അപ്പൊ നമുക്ക് മറ്റൊരു രീതിയിൽ വിശേഷിപ്പിക്കാം. അതായത് മാനേജ്മെന്റിന് എതിരെ, അതായത് വർക്കേഴ്സിന്റെ താല്പര്യങ്ങളൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് മാനേജ്മെന്റിനെതിരെ പങ്കാളിയാക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ ആണെന്ന് പറയുന്നത് ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത് അതായത് അസോസിയേഷൻ ആയിട്ട് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ആയിട്ടാണ് അവിടെ പ്രവർത്തിക്കുന്നത്. Such unions help and support the workers at a lot.
ഓക്കെ, യൂണിയനുകളൊക്കെ ഒരുപാട് സപ്പോർട്ടാണ് ആർക്ക് വേണ്ടി ചെയ്യുന്നത്? എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുന്നത്. ഓക്കെ, യൂണിയൻ എന്താന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ് അല്ലെ. TU എന്ന് പറയുമ്പോൾ ചെറിയതാണെങ്കിലും മറന്നു പോകരുത്, അത് ട്രേഡ് യൂണിയൻസിനെയാണ് റെപ്രസെന്റ് ചെയ്ത് പറയുന്നത് അല്ലെ. ആ ഒരു അബ്രിവിയേഷൻ ഒക്കെ ഓർത്ത് വെക്കുക. ഓക്കെ, വേണമെങ്കിലും ഈ ഒരു പോയിന്റ്സും ഫസ്റ്റ് പോയിന്റ് ഒന്ന് നോട്ട് ചെയ്തേരെ. എന്തിനു വേണ്ടിയിട്ടാണ് ട്രേഡ് യൂണിയനിൽ അംഗങ്ങളാവുന്നത്? അവരുടെ ഗോൾസ്, എംപ്ലോയീസിന്റെ ഗോൾസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രികൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. Then trade unions are formed when workers join together. മറ്റൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട്. അതായത് these are also known as organizations of workers against the management. മാനേജ്മെന്റിന് എതിരായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത്. അതായത് എംപ്ലോയീസിന്റെ ഇൻട്രസ്റ്റ് താല്പര്യം അല്ലെങ്കിൽ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മാനേജ്മെന്റിനെതിരെ നിലകൊള്ളുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത്. Okay, Lane. Okay. The work of all the workers is affected by their working age, education, family, social background, psychological factors, skills, culture, attitude towards the work of others, etc. Okay, നമുക്കറിയാം എല്ലാവർക്കും അല്ലെ വ്യത്യസ്തപരമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള താല്പര്യങ്ങളും ആവശ്യങ്ങളായിരിക്കാം അല്ലെ. ഒരു എക്സ്പീരിയൻസിലായിട്ടുള്ള പേഴ്സണ് ചിലപ്പോൾ പ്രൊമോഷൻ സാധ്യതയ്ക്കുള്ള ആവശ്യമായിരുന്നെങ്കിൽ ചിലപ്പോൾ എന്താണ് നമുക്ക് അറിയാം ഫ്രഷേഴ്സ് ആയിട്ടുള്ള എംപ്ലോയീസിന് ചിലപ്പോൾ അവരുടെ ട്രെയിനിങ് കാര്യമായ ആവശ്യങ്ങൾക്കായിരിക്കും അവരുടെ ആവശ്യങ്ങൾ തൊഴിലുടമയെ അറിയിക്കേണ്ടത് അല്ലെ. തൊഴിലാളി യൂണിയനെ കൊണ്ട് എന്താണ് എഫേർട്ട് എടുത്തിട്ട് അവരുടെ ആവശ്യങ്ങൾ നിരത്താനായിട്ട് ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു കൂട്ടർക്ക് വ്യത്യസ്ത കാര്യങ്ങളാണെങ്കിലും മറ്റൊരു കൂട്ടർക്ക് വ്യത്യസ്തമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ടായിരിക്കും അവര് പരിശ്രമിക്കുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എന്താണ് നെക്സ്റ്റ് നോക്കാം. അടുത്ത ഇതിലേക്ക് പോവുകയാണെങ്കിൽ എന്താണ്? The workers of all workers are affected by their working age, education, family, social background, psychological factors, skills, culture, attitude towards work of others, etc. നമുക്കറിയാം അവിടെയുള്ള വർക്കേഴ്സിന്റെ എല്ലാം വ്യത്യാസങ്ങളാണ് അല്ലെ. അവരുടെ മനോഭാവങ്ങള്, സംസ്കാര രീതികള്, കഴിവുകള്, സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഫാമിലി ബാക്ക്ഗ്രൗണ്ടുകള്, എഡ്യൂക്കേഷൻ ഒക്കെ അവരുടെ ഏജ്, എക്സ്പീരിയൻസ് എല്ലാം തന്നെ ഡിഫറെന്റ് ആയിരിക്കും. Workers always strive for the improvement in terms and conditions of their job. അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട രീതിയിൽ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് വരുത്തുന്നതിന് വേണ്ടിയിട്ടായിരിക്കും മിക്കവാറും അവരുടെ ആവശ്യങ്ങളായിട്ട് യൂണിയനെ സമീപിക്കുന്നത്. That is why they start negotiating with the top management of the company and express their grievances. ഓക്കെ, നമുക്കറിയാം നമുക്ക് പരാതികൾക്ക് ഒരു പരിഹാരം കണ്ടെത്താനായിട്ട് ഒരു മീഡിയേറ്റർ ആയിട്ടുള്ള അവരുടെ യൂണിയൻ നിലകൊള്ളുന്നത് അല്ലെ. ടോപ്പ് മാനേജ്മെന്റ് ഓഫ് ദ കമ്പനിയുമായിട്ട് അവരെ നെഗോഷിയേറ്റിംഗ്, അത് ചർച്ചകളൊക്കെ സംഘടിപ്പിച്ചു അവിടെ ഒരു പരിഹാരങ്ങളാണ് കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നത്. വർക്കേഴ്സ് ഓൾസോ ഡിമാൻഡ് എ ഷെയർ ഇൻ ദ പവർ ഓഫ് മാനേജ്മെന്റ് as far as decision making is concerned. അതായത് നമുക്കറിയാം ഇപ്പൊ ഒരു കമ്പനിയിൽ തീർച്ചയായിട്ടും തൊഴിലുടമകള് അല്ലെങ്കിൽ ടോപ്പ് ലെവലിലുള്ള ഈ പറഞ്ഞ മാനേജേഴ്സ് എന്നൊക്കെ പറഞ്ഞ് വളരെ പ്രധാനപ്പെട്ടവരാണ്. പക്ഷെ ആക്ച്വലി വർക്കും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത ആരായിരിക്കും? വർക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്താരാ? തന്ത്രപരമായ ചിലപ്പോ തീരുമാനങ്ങളൊക്കെ എടുക്കുകയായിരിക്കും. എങ്കിൽ കൂടി വർക്കും കാര്യങ്ങളൊക്കെ ആരാ കൈകാര്യം ചെയ്യുന്നത്? കൂടുതലും ആരാ വർക്ക് ചെയ്യുന്നത്? കമ്പനിയിൽ ആരാണ് തൊഴിൽ ചെയ്യുന്നത്? ആരായിരിക്കും മോസ്റ്റ്ലി? എംപ്ലോയീസ് ആണോ? ആരായിരിക്കും? തൊഴിലാളികളല്ലേ? അല്ലേ, എംപ്ലോയീസ് അല്ലേ വർക്ക് ചെയ്യുന്നത്? അപ്പൊ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക എന്താണ് തൊഴിലാളികളുടെ ആവശ്യങ്ങൾ അത് കണ്ടറിഞ്ഞ് തന്നെ പ്രവർത്തിച്ച് മുന്നേറേണ്ടത് ആവശ്യമാണ് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് നോക്കാം എന്താണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ദാറ്റ് ഈസ് വൈ ദേ സ്റ്റാർട്ട് നെഗോഷിയേറ്റിംഗ് വിത്ത് ദ ടോപ്പ് മാനേജ്മെന്റ് ഓഫ് ദ കമ്പനി ആൻഡ് ഡിസ്കസ് ദ grievances. The workers also demand a share in the power of management as far as. അപ്പൊ ഇങ്ങനെ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവരോട് തന്നെ ആയതുകൊണ്ട് ഈ കേസ് തൊഴിലാളികളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ എടുക്കും അല്ലെ, ഡിസിഷൻസ് ഒക്കെ എടുക്കുമ്പോൾ അവർക്കും കൂടി പങ്കാളിയാവാനായിട്ടുള്ള താല്പര്യം ഉണ്ടാവും. കാരണം
നമുക്കറിയാം ഫേസ് ചെയ്യുന്നത് അവരാണ് തൊഴിൽ ചെയ്യുന്നത്. സോ പ്രോബ്ലംസിനെയൊക്കെ ഫേസ് ചെയ്യേണ്ടി വരുന്നതും അവരാണ് മോസ്റ്റ്ലി അല്ലെ. അപ്പൊ അവർക്കുള്ള കാര്യങ്ങൾ, അവരുടെ ഇൻഡസ്ട്രികൾ, അവരുടെ ഇഷ്യൂസുകൾ എല്ലാം തന്നെ അവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് തീരുമാനങ്ങൾ എടുത്ത് നടപ്പാക്കി പോകേണ്ടതുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്കറിയാം മീഡിയേറ്റർ ആയിട്ട് നിൽക്കുന്നതും ആര് തന്നെയായിരിക്കും? യൂണിയനുകളായിരിക്കും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. എന്താണ് കമ്മ്യൂണിറ്റി. Okay, in this regard, trade unions play an important role as they help in protecting the workers' economic interest. നമുക്കറിയാം അതിന്റെ ശരിയായ വശം എടുത്ത് നോക്കി കഴിഞ്ഞാൽ വർക്കേഴ്സിന്റെ സാമ്പത്തികപരമായിട്ടുള്ള താല്പര്യങ്ങൾ. ഇൻ കേസ് ഒരു മണിക്കൂർ ഒരു വർക്ക് അല്ലെങ്കിൽ ഷിഫ്റ്റ് വർക്കുകൾ അല്ലെങ്കിൽ വോൾട്ടേജ് വർക്കുകളൊക്കെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ബെനിഫിഷ്യൽ പാക്കേജുകൾ ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ എംപ്ലോയിക്ക് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടാവും അല്ലെ. അവരെ എക്കണോമിക് ആയിട്ട് സാമ്പത്തികമായിട്ടുള്ള ഒരു താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് അതുമായി ബന്ധപ്പെട്ട നല്ല നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിലും പങ്കാളിയാവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ടാവും. They do so by collective bargaining and also by using political and economic factors to pursue the management of the company. തീർച്ചയായിട്ടും നമുക്കറിയാം എന്താണ് അവരുടേതായിട്ടുള്ള താല്പര്യങ്ങൾ അല്ലെങ്കിൽ അവര് വിലപേശി മീൻസ് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനൊക്കെ ആയിട്ട് രാഷ്ട്രീയപരമായിട്ട് അതേപോലെ തന്നെ സാമ്പത്തികപരമായിട്ടും അവർക്ക് ഒരു സപ്പോർട്ടിങ് ആവശ്യമാണ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം യൂണിയനിലെ മെമ്പർഷിപ്പ് എടുക്കുമ്പോഴൊക്കെ അവരായിരിക്കും എംപ്ലോയീസിന്റെ ഈ ആവശ്യങ്ങൾക്കൊക്കെ സപ്പോർട്ടീവ് ആയിട്ട് നിൽക്കുന്നത്. ട്രേഡ് യൂണിയൻസ് ബിലീവ്സ് ദാറ്റ് they are a part of the organization as it is a subsystem that helps to fulfill the interest of certain groups, that is workers. Okay, അപ്പൊ അങ്ങനെ വരുമ്പോൾ യൂണിയനുകൾക്ക് ഒരു മനോഭാവമായി, കാരണം അവരുടെ സപ്പോർട്ടും കൂടി ഉണ്ടാവുമ്പോഴാണ് തൊഴിലുടമ ചില കാര്യങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് അല്ലെ കേൾക്കാൻ തന്നെ തയ്യാറാവുന്നത് അവരുടെയും കൂടി സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ്. ഒരു പൊളിറ്റിക്കൽ സപ്പോർട്ടും കൂടിയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവർക്ക് എന്തായാലും അത് മാറ്റേഴ്സ് അല്ലെങ്കിൽ ഇഷ്യൂസുകളെല്ലാം കേൾക്കാതെ അല്ലെങ്കിൽ പരിഹരിച്ചു കൊടുക്കാതെ നിവൃത്തിയില്ലാതെയോ അല്ലെ. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ സബ് സിസ്റ്റം ദാറ്റ് അല്ലെ. ഇതൊരു ഓർഗനൈസേഷന്റെ ഈ ഒരു ഓർഗനൈസേഷനെ പറ്റി സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു സബ് സിസ്റ്റം ആയിട്ടാണ് ട്രേഡ് യൂണിയനുകൾ അവിടെ നിലകൊള്ളുന്നത്. കാരണം അവരുടെ ഇടനിലക്കാരനായിട്ട് പ്രവർത്തിക്കുമ്പോൾ തൊഴിലാളികളുടെ ക്ഷേമമാണ് അവിടെ സാക്ഷാത്കരിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് അവിടെ സബ് സിസ്റ്റം ആയിട്ട് നിലകൊള്ളുന്നത്? ട്രേഡ് യൂണിയൻസ് believes that they are a part of organization as it is a subsystem that have to fulfill the interest of a certain groups. Certain groups എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കേഴ്സിന്റെ ഇൻട്രസ്റ്റുകൾ ഫുൾഫിൽ ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഒരു മീഡിയേറ്റർ ആയിട്ടാണ് അവിടെ ട്രേഡ് യൂണിയനുകൾ നിലകൊള്ളുന്നത്. വായിക്കാൻ തരാം, ഒരു ചെറിയ പാരഗ്രാഫ് കൂടി നോക്കാം. ഇഫ് ദ കമ്മ്യൂണിറ്റി ആൻഡ് ഓർഗനൈസേഷൻ ആർ ഗ്രോവിംഗ് സ്ട്രോങ്ലി the role of a trade union is also considered vital. Okay, അറിയാം അവിടെ നന്നായിട്ട് തന്നെ ശക്തിയായിട്ടൊക്കെ മുന്നേറുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് അത് മാറുന്നു. There are various types of trade unions. Some trade unions are formed by blue collar workers, some by white collar employees, and some are formed by employees. ഓക്കെ, ഇപ്പൊ തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും അതേപോലെ തന്നെ സെപ്പറേറ്റ് ബ്ലൂ കോളർ വർക്കേഴ്സിനൊക്കെ എന്ന് വെച്ചാൽ അവരെന്തെങ്കിലും ടെക്നീഷ്യന്മാരുകൾ മാത്രം അല്ലെ. അവരിപ്പോ ടീച്ചേഴ്സിന്റെ യൂണിയൻ അല്ലെങ്കിൽ ടെക്നീഷ്യന്റെ യൂണിയൻ, അവര് അങ്ങനെ ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് അല്ലെ, ഗ്രൂപ്പ് ഓഫ് യൂണിയൻ രൂപീകരിക്കുന്ന അങ്ങനെയൊക്കെ രൂപീകരിക്കുന്നത് തീർച്ചയായിട്ടും എന്താണ് തൊഴിലാളികളുടെ ക്ഷേമങ്ങൾ അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രത്യേകമായ രീതിയിലൊക്കെ അത് ഗ്രൂപ്പ് ഓഫ് യൂണിയനായിട്ട് ഫോമായിട്ട് ചെയ്യുന്നത്. There are various types of trade union. വ്യത്യസ്തമായിട്ടുള്ള ട്രേഡ് യൂണിയനുകളുണ്ട്. Some trade unions are formed by blue collar workers. ഏതൊക്കെയാണ് ട്രേഡ് യൂണിയനുള്ളത്? ഏതൊക്കെ തരത്തിലുണ്ടാവാം? ബ്ലൂ കോളർ വർക്കേഴ്സുമായി ബന്ധപ്പെട്ട യൂണിയനുകൾ ഉണ്ടാവും, വൈറ്റ് കോളേഴ്സ് എംപ്ലോയീസ്, അതേമാതിരി തന്നെ എന്താണ് എംപ്ലോയേഴ്സിന്റെ തൊഴിലുടമകളുടെയും ആവശ്യങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ടുള്ള യൂണിയനുകൾ ഉണ്ടാവും. കേരളേ ജസ്റ്റ് അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോരേട്ടെ. വായിച്ചു നോക്കാം, ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.
ഓക്കെ, നോക്കിയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ചെയ്തോട്ടെ. വായിച്ചുകൊണ്ടിരിക്കുകയാണോ അല്ലെങ്കിൽ വായിച്ചു കഴിഞ്ഞതാണോ? എന്തായി, കണ്ടിന്യൂ ചെയ്തോട്ടെ. നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്, ഓക്കെ നമുക്ക് നോക്കാം. എന്താണ് വ്യത്യസ്ത വ്യക്തികള് ട്രേഡ് യൂണിയനെ വിശേഷിപ്പിക്കുന്ന കാര്യമാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, അക്കോർഡിംഗ് ടു ലെസ്റ്റർ, അദ്ദേഹം എന്താ പറയണെന്ന് നോക്കാം. ട്രേഡ് യൂണിയൻ ഈസ് a trade union is an association of employees designed primarily to maintain or improve the conditions of employment of its members. അതായത് ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത് തൊഴിലാളികളുടെ അവരുടെ എന്താണ് കണ്ടീഷൻസ് അല്ലെ, ഇച്ചിരികൂടിയും നല്ലൊരു കണ്ടീഷൻ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, അതായത് അവരുടെ ജോലി സാഹചര്യങ്ങളും ആ ഒരു കണ്ടീഷൻസുകളൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതകളൊക്കെ ഉണ്ട്. ഏതൊരു എന്താണ് ഏതൊരു തൊഴിലാളികൾക്ക് നമുക്കറിയാം ഫുള്ളി സാറ്റിസ്ഫൈഡ് ആവണമെന്നൊന്നുമില്ല. തീർച്ചയായിട്ടും ആ കണ്ടീഷൻസ് ഒക്കെ ഇംപ്രൂവ്, അത് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അല്ലെ യൂണിയനുകളാണ്. അതിനു വേണ്ടിയിട്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന യൂണിയനുകളെയാണ് നമ്മൾ ട്രേഡ് യൂണിയൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ട്രേഡ് യൂണിയൻ ഈസ് ആൻ അസോസിയേഷൻ, ഒരു അസോസിയേഷൻ ആണ്. എന്താണ് എംപ്ലോയി ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. ഇതിനു വേണ്ടിയിട്ടാണ് ഇമ്പോർട്ട് ദ കണ്ടീഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ഓഫ് ഹിസ് മെമ്പേഴ്സ്, അതിന്റെ മെമ്പേഴ്സിന്റെ എംപ്ലോയ്മെന്റ് കണ്ടീഷൻസ് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു അസോസിയേഷൻ ആണ് ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ആരാണ് അത് വിശേഷിപ്പിച്ചത്? ആ പേരും കൂടി ഒന്ന് പഠിച്ചു കൊടുക്കാം. ആരാ വിശേഷിപ്പിച്ചത് അങ്ങനെ? ലെസ്റ്റർ. ഓക്കെ, ഞാൻ അടുത്ത ആളെ എന്താ പറഞ്ഞു നോക്കാം. അക്കോർഡിംഗ് ടു ഫ്ലിപ്പോ, ഒരു പേരുകേട്ട ആളാണ്. നമുക്ക് നോക്കാം. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ട്രേഡ് യൂണിയൻ ഈസ് എ വർക്കേഴ്സ് ഓർഗനൈസേഷൻ which is established by their collective activities to the welfare of the members in social, economic and potential interest and to keep them secured and for improvement. ഓക്കെ, ഒരു ചെറിയ ഡെഫിനിഷൻ ഒക്കെ തന്നെയാണ്, എങ്കിലും ഒന്ന് മനസ്സിലാക്കി പഠിക്കേണ്ടതുണ്ട്. അതിൽ എന്താ പറയുന്നത്? വർക്കേഴ്സ് ഓർഗനൈസേഷൻ which is established by their collective activities of the welfare of the members in social, economic and potential industry. അതായത് എന്താണ് അവിടെ എന്താണ് താല്പര്യങ്ങളും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള സാമൂഹ്യപരമായിട്ടുള്ള ആ ഒരു യൂണിയനിലെ മെമ്പേഴ്സ് ഉള്ള വ്യക്തികളുടെ സാമൂഹികവും ഒക്കെ ആയി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അല്ലെ. ചിലപ്പോൾ വേണമെങ്കിൽ സാമ്പത്തികമായിട്ട് ചിലപ്പോൾ സാധാരണയ്ക്ക് വളരെ കുറച്ചായിരിക്കും കൊടുക്കുന്നത്, അതല്ലെങ്കിൽ എന്താണ് അവർക്ക് മതിയായ വർക്കിംഗ് കണ്ടീഷൻസ് ഒന്നും കൊടുക്കുന്നുണ്ടാവില്ല അല്ലെ. അവരുടെ സോഷ്യൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം കുറെ നാളും വർക്ക് ചെയ്തിട്ട് ആ പോസ്റ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള നിർബന്ധിക്കപ്പെടുന്നുണ്ട്. സോ അവരെ സംബന്ധിച്ച് വളരെ വിഷമമുള്ള കാര്യമാണ് അല്ലെ. അങ്ങനെ ഉണ്ടാവും. വേറെ എംപ്ലോയീസിനൊക്കെ ചിലപ്പോൾ പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ടാവും, ചില എംപ്ലോയീസിനൊന്നും പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പൊ ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അക്കോർഡിംഗ് ടു ഫ്ലിപ്പോന്റെ ഡിസൈഡിലെ പ്രധാനമായിട്ട് പറയുന്നത് പൊട്ടൻഷ്യൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള എന്തെങ്കിലും ക്ഷേമ കാര്യങ്ങൾ അതിനു വേണ്ടിയിട്ട് തൊഴിലുടമ വർക്കേഴ്സ് ട്രേഡ് യൂണിയൻ ഈസ് എ വർക്കേഴ്സ് ഓർഗനൈസേഷൻ, വർക്കേഴ്സിൽ തന്നെ രൂപീകരിച്ചിരിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണെന്നുള്ളതാണ്. ഈ കളക്റ്റീവ് ബാർഗെയിനിങ് നടത്തിയിട്ട് അവരുടെ എംപ്ലോയീസിന്റെ ക്ഷേമ പ്രവർത്തനങ്ങളെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം കളക്റ്റീവ് ബാർഗെയിനിങ് നടത്തുമ്പോൾ എന്താണ് യൂണിയനിലെ മെമ്പർഷിപ്പ് ഉണ്ടാവുമ്പോൾ ചില പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ടും കൂടി കിട്ടാൻ ചാൻസ് ഉണ്ടാവുമോ? നമ്മൾ പറയില്ലേ ഇപ്പോഴത്തെ ഗവൺമെന്റ് ഇതാണെങ്കിൽ ഓക്കെ അപ്പൊ ഈ യൂണിയനിൽ ഇച്ചിരി കൂടി നമുക്കറിയാം അതിൻ്റെതായിട്ടുള്ള നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും അല്ലെ.
അത് അവിടെ തീർച്ചയായിട്ടും എന്താണ് ആ യൂണിയനിൽ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള സാധ്യത അവിടെ വരുന്നത്. അപ്പൊ അക്കോർഡിംഗ് ടു ഫ്ലിപ്പോ, a trade union is a workers organization which is established by their collective activities to welfare of all members in a social, economic and potential interest and keep them secured and for improvement. ഇത്തരത്തിലുള്ള ഒരു സ്റ്റെബിലിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ അവിടെ അല്ലെ ഗ്രൂപ്പറായിട്ട് തന്നെ ഇംപ്രൂവ് ചെയ്താണ് അല്ലെ അതൊരു വികസനം നടപ്പാക്കി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത്. അപ്പൊ വർക്കേഴ്സിന്റെ ഓർഗനൈസേഷൻ ആണെന്ന് ഓർത്തിരിക്കുക, ബൈ ഹാർട്ട് ഒന്നും പഠിക്കേണ്ടതില്ല, ജസ്റ്റ് മനസ്സിലാക്കി പഠിക്കാം. ഒരെണ്ണം കൂടെ വായിച്ചിട്ട് നിങ്ങൾക്കൊന്നുകൂടെ വായിച്ചു നോക്കാം എന്താണ് അവർ പറഞ്ഞേക്കണേന്നുള്ളത് കൃത്യമായിട്ട്. അക്കോർഡിംഗ് ടു വെബ്സ് എന്നിട്ട് പറഞ്ഞേക്കണേ, ട്രേഡ് യൂണിയൻ ഈസ് എ കണ്ടിന്യൂസ് അസോസിയേഷൻ ഓഫ് വേജ് ഏർണേഴ്സ് ഫോർ ദ purpose of maintaining and improving the conditions of their work. ഓക്കെ, അവിടെ പ്രധാനമായിട്ട് പറയാണ് വേജസ് ഏൺ ചെയ്യുന്നത് അല്ലെ എന്തിനു വേണ്ടിയിട്ട്, എന്താ ഉദ്ദേശം? മെയിൻറ്റെയിനിങ് ആൻഡ് ഇംപ്രൂവിങ് ദ കണ്ടീഷൻ ഓഫ് ദെയർ വർക്കിംഗ് ലൈഫ്സ്. അവിടെ വർക്കിംഗ് ലൈഫ്സിൽ എന്താണ് കുറച്ച് ഇംപ്രൂവ്മെന്റ് വരുത്താനായിട്ട് അല്ലെ ഇംപ്രൂവിംഗ് വർക്കിംഗ് കണ്ടീഷൻ അല്ലെങ്കിൽ തീർച്ചയായിട്ടും എന്താ പറയുന്നത് ഏർണിങ്സ് ഫോർ ദ പർപ്പസ് ഓഫ് മെയിൻറ്റെയിനിങ് ആൻഡ് ഇംപ്രൂവിങ് നിലനിർത്താനും മെച്ചപ്പെടുത്താനും വർക്കിംഗ് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ നിലനിർത്താനും മെച്ചപ്പെടുത്താനൊക്കെ വേണ്ടിയിട്ട് അല്ലെ ഉള്ള ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു അസോസിയേഷൻ ആണ് എന്ന് പറയുന്നത് ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ലിസ്റ്റ് വായിച്ചു നോക്കാം. ഓക്കെ, നമുക്ക് ഡെഫിനിഷൻസ് ജസ്റ്റ് ഒന്ന് പേരുകളൊന്ന് നോട്ട് ചെയ്ത് വെച്ച് നമുക്ക് നെക്സ്റ്റ് നോക്കാം. ട്രേഡ് യൂണിയൻ ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. എംപ്ലോയീസിന്റെ വർക്കിംഗ് കണ്ടീഷൻസ്, അവരുടെ എന്തെങ്കിലും സാലറി ഇൻക്രിമെന്റ്, അവരുടെ ട്രെയിനിങ് കാര്യങ്ങൾ, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് അല്ലെങ്കിൽ അസോസിയേഷൻ ആണ് എന്ന് പറയുന്നത് ട്രേഡ് യൂണിയൻ. ഒരു പൊളിറ്റിക്കൽ സപ്പോർട്ടോട് കൂടിയിട്ട് ബാർഗെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു പവറാണ് അവർക്ക് ലഭ്യമാകുന്നത്. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രേഡ് യൂണിയൻ. ഇനി അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. Various characteristics of a trade unions are categorized below. First one, association of voluntary nature. സ്വമേധയായുള്ള ഒരു സംഘടനയാണ്. അപ്പൊ ഈ യൂണിയനിൽ മെമ്പർഷിപ്പ് എടുക്കണമെന്ന് കർക്കശമായിട്ടുള്ള നിലപാടുകൾ ഉണ്ടാവുമോ? നമുക്കറിയാം നമ്മുടെ ജനാധിപത്യ രാജ്യമാണ് അല്ലെ, നമ്മൾ ഇലക്ഷനിലൂടെയാണ് മെമ്പേഴ്സിനൊക്കെ ഗവൺമെന്റ് രീതിയിലാണെങ്കിൽ നമ്മൾ ഇലക്ഷനിലൂടെയാണ് അത് തെരഞ്ഞെടുക്കുന്നത്. സോ യൂണിയനിലും ലീഡേഴ്സിനൊക്കെ തെരഞ്ഞെടുക്കുന്നതും എന്താണ് നമുക്കറിയാം സ്വതന്ത്രമായിട്ടുള്ള തീരുമാനത്തിന്റെ ബേസിലാണ്. സോ ഇതൊരു വോളണ്ടറി നേച്ചറാണ്, സ്വമേധയായുള്ള ഒരു നേച്ചറാണ്, അത് കമ്പൽസറി ഇല്ല അല്ലെ, ശരിയല്ലേ? ഇന്ന് യൂണിയൻ ചേരണമെന്ന് നിർബന്ധം ഉണ്ടാവോ? ഉണ്ടാവില്ല, അങ്ങനെ നിർബന്ധമൊന്നുമില്ല അല്ലെ, നമ്മൾ സ്വമേധയാണ് ചാർജ് എടുക്കുന്നത്. സോ ഓക്കെ, നോക്കാം. Association of a voluntary nature. Association of employees in a trade union is on their own will and not a force. അത് ഫോഴ്സിലൂടെയല്ല, സ്വന്തം തീരുമാനം അല്ലെ. All the volunteer employee joining the union to work together in the direction of achieving their common objectives. ഓക്കെ, ഒരു കോമൺ ആയിട്ടുള്ള ഒരു ലക്ഷ്യം അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്നിച്ചൊറ്റക്കെട്ടെ വർക്ക് ടുഗദർ ഇൻ ഡയറക്ഷൻ അല്ലെ, ഒരു ഒന്നിച്ചൊറ്റക്കെട്ടായിട്ടുള്ള ഒരു ഡയറക്ഷനിലേക്ക് അല്ലെ, നമ്മൾ ആ ഡയറക്ഷനിലൂടെയാണ് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ എന്താണ് സച്ച് അസോസിയേഷൻസ് ഹാവ് ന്യൂമറസ് വർക്കേഴ്സ് ഫ്രം ഡിഫറെന്റ് ഓക്യുപ്പേഷൻസ്. ഓക്കെ, അങ്ങനെ വരുമ്പോഴേ ഇതിന് നമുക്കറിയാം വ്യത്യസ്തമായിട്ടുള്ള വർക്കേഴ്സ്, അത് വ്യത്യസ്ത തൊഴിലുമായി ബന്ധപ്പെട്ടൊക്കെ തീർച്ചയായിട്ടും നമുക്കറിയാം വ്യത്യസ്ത യൂണിയനുകളാണ് അല്ലെ.
അപ്പൊ സച്ച് അസോസിയേഷൻസ് ഹാവ് ന്യൂമറസ് വർക്കേഴ്സ് ഫ്രം ഡിഫറെന്റ് occupations. ഒരുപാട് വർക്കേഴ്സ് അതിൽ പെടുന്നുണ്ട്. ചിലപ്പോ സ്വമേധയെ ആണ് എങ്കിൽ കൂടി അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും അവരതിൽ മെമ്പർഷിപ്പ് എടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഒരു നേച്ചർ മനസ്സിലാക്കുക, വോളണ്ടറി ആയിട്ടുള്ള ഒരു നേച്ചറാണ്. താല്പര്യം ഉണ്ടെങ്കിലാണ് അതിൽ മെമ്പർഷിപ്പ് എടുക്കുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കോമൺ ഇൻട്രസ്റ്റ് ആണ്. So the common problems and interest of the workers is the primary motivation factors and also the reasons behind their unity. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ സ്വതന്ത്രമായിട്ടാണ് എന്ന് നമ്മൾ പറഞ്ഞാലും വർക്കേഴ്സിനൊക്കെ എന്താണ് പരമാവധി അല്ലെ. നമുക്കറിയാം ഇലക്ഷന് നിൽക്കുന്നവര് വെറുതെ ഇരിക്കുമോ? ഇല്ല. മില്ലുടെ യൂണിയൻ ലീഡേഴ്സ് ഒക്കെ എന്താണ്, അവര് നല്ല രീതിയിൽ നമ്മളെ അല്ലെ നമുക്കൊക്കെ ആ ഒരു മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടും അല്ലെ. അപ്പൊ കോമൺ ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് പ്രൈമറി മോട്ടിവേഷൻ ഫാക്ടേഴ്സ് ആൻഡ് ഓൾസോ റീസൺസ് ബിഹൈൻഡ് ദെയർ യൂണിറ്റി. യൂണിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രേരക ഘടകമായിട്ട് അവിടെ നിലകൊള്ളുന്നു. Then and through their trade unions, they try to maintain sound relations with the management of the company. നമുക്കറിയാം എന്താണ് ട്രേഡ് യൂണിയനുകൾ എപ്പോഴും എന്താണ് മാനേജ്മെന്റ് ആയിട്ടൊരു നല്ലൊരു റിലേഷൻഷിപ്പ്, സൗണ്ട് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നതാണ്. നമുക്കറിയാം അവരെ പിണക്കി വിട്ട് കഴിഞ്ഞാൽ, ട്രേഡ് യൂണിയനുകളെ പിണക്കി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കമ്പനിക്ക് നഷ്ടത്തിൽ പോവേണ്ടി വരും അല്ലേ. അവരുടെ ആ വർക്കിംഗ് പ്രോസസ്സ് നല്ല ഒരു സ്റ്റക്കായിട്ട് നിൽക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഉണ്ടാവോ? സാധ്യത ഉണ്ടാവോ? ഉണ്ടാവോ അല്ലേ? അല്ലേ? അപ്പൊ നമുക്ക് മനസ്സിലാക്കുക കോമൺ ഇൻട്രസ്റ്റ് വേണ്ടി അല്ലെ, എല്ലാവരുടെയും താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. സോ തീർച്ചയായിട്ടും എന്താണ് ഒരു കൂട്ടരുടെ മാത്രം പ്രത്യേകമായിട്ടുള്ള താല്പര്യം അല്ലെങ്കിൽ ഒരു ഡിസ്ക്രിമിനേഷനും അവിടെ അല്ലെ ഫോളോ ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. നെക്സ്റ്റ് വൺ ബോട്ടം അപ്പ് അതോറിറ്റി അപ്രോച്ച്. അതെന്താ പറയുന്നത്? ബോട്ടം അപ്പ് അതോറിറ്റി അപ്രോച്ച് എന്ന് പറയുന്നത് trade unions are setups in which employees or workers of the companies together voluntarily അല്ലെ. അത് സ്വതന്ത്രമായിട്ടാണ് കമ്പനീസ് അല്ലെങ്കിൽ കമ്പനികളിലെ എംപ്ലോയീസ് വർക്കേഴ്സ് ഒക്കെ ഈ യൂണിയനിലെ മെമ്പർഷിപ്പ് ഒക്കെ എടുക്കുന്നത്. They elect their leaders on and thus the real strength of the leader lies in the workers. തീർച്ചയായിട്ടും എങ്ങനെയാണ് തെരഞ്ഞെടുക്കണമെന്നാ ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്താണ്. എങ്ങനെ തെരഞ്ഞെടുക്കുന്നെന്നാ പറയുന്നത്? അത് നോട്ട് ചെയ്യേണ്ടതാണ്. എങ്ങനെയാണ് എംപ്ലോയറിന്റെ യൂണിയൻ നേതാക്കളൊക്കെ തെരഞ്ഞെടുക്കുന്നത്? എങ്ങനെയാണ്? They elect their leaders അല്ലെ, their own and thus the real strength of the leader lies in the workers അല്ലെ. അവിടെ സ്വമേധയ അവരുടെ മെമ്പർഷിപ്പോട് കൂടിയിട്ട് അവര് തെരഞ്ഞെടുത്തിട്ടാണ് അവിടെ ലീഡർ സ്ഥാനം ലഭ്യമാകുന്നത്. This is how this workers, this is how okay, this is how just the positive opposite of the popular practice in various organizations as in case of a union. The authority also from bottom up to top. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം വ്യത്യസ്ത യൂണിയനുകളിലൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും. താഴെ ലെവലിലുള്ള അവർക്ക് ചിലപ്പോൾ ആ യൂണിയൻ നേതാക്കൾ മതിയെന്ന് തോന്നാം, ചിലപ്പോൾ ടോപ്പ് ലെവലിലുള്ള ജീവനക്കാർക്കായിരിക്കാം അത് മതിയെന്ന് തോന്നും. എവർക്കും എല്ലാ എംപ്ലോയീസിനും ഫേവറബിൾ ആയിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എംപ്ലോയീസ് ഒക്കെ ആ യൂണിയനിലെ മെമ്പർഷിപ്പ് എടുക്കും എന്നുള്ളതാണ് പ്രത്യേകമായിട്ടുള്ള വസ്തുത. ഓക്കെ, ബോട്ടം അപ്പ് അതോറിറ്റി അപ്രോച്ച്. തീർച്ചയായിട്ടും നമുക്കറിയാം അധികാരം എപ്പോഴും താഴെ നിന്നും മുകളിലോട്ടാണ് എടുക്കുന്നത് അല്ലെ. അപ്പൊ അതായത് എംപ്ലോയിയുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ട്രേഡ് യൂണിയൻ അത് ആരെ അറിയിക്കുന്ന മാനേജ്മെന്റ് വഴി എംപ്ലോയറെയാണ് അറിയിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം.
ഒരു 3 പോയിന്റും കൂടി ഉള്ളപ്പോ നമുക്ക് തെറ്റാൻ പറ്റൂലോ അല്ലെ? പറ്റൂലേ? പറയാ കുഴപ്പമില്ലല്ലോ. അടുത്ത ദിവസം നമുക്ക് ബാലൻസ് നോക്കാം. ഓക്കെ, 3 പോയിന്റ് കൂടി നമുക്ക് ജസ്റ്റ് നോക്കാം. കുഴപ്പമില്ലല്ലോ. ബോട്ടം അപ്പ് അതോറിറ്റി അപ്രോച്ച് എന്ന് പറയുമ്പോൾ താഴെ അല്ലെ, താഴെ നിന്ന് എന്താണ് കാര്യങ്ങളെല്ലാം മുകളിലേക്ക് എത്തിപ്പെടുകയാണ്. തീർച്ചയായിട്ടും എംപ്ലോയീസിന്റെ കാര്യങ്ങളൊക്കെ എംപ്ലോയീസിന് നേരിട്ട് പറയാനായിട്ടുള്ള സ്വാതന്ത്ര്യം ഇല്ലാത്തത് കൊണ്ടും അവരെ വിവരിക്കാത്തത് കൊണ്ടുമാണ് ട്രേഡ് യൂണിയനിൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് ട്രേഡ് യൂണിയനെ അറിയിക്കുന്നു. ട്രേഡ് യൂണിയൻ നേരെ എന്താണ് മാനേജ്മെന്റ് വഴിയാണ് എംപ്ലോയറിനെ അറിയിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് എന്താണ് ബോട്ടം അപ്പ് അതോറിറ്റി അപ്രോച്ച് എന്ന് പറയുന്നത്. താഴെ നിന്ന് മേലിലോട്ടാണ് അധികാരം അവിടെ പങ്കിടുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, then വീണ്ടും മാച്ചിങ് പവർ വിത്ത് റിസോഴ്സസ്. എന്താണ് മാച്ചിങ് പവർ വിത്ത് റിസോഴ്സസ് എന്ന് പറയുന്നത്? It enables the workers to tackle the challenges posed by the top management of the company, which has a great resources at its command. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ തൊഴിലുടമയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്ത് തൊഴിലാളികളെ വെച്ച് അവർ തൊഴിൽ ചെയ്തിരുന്നത് അല്ലെ. അപ്പൊ അവർക്ക് വേണമെങ്കിൽ നിയമാവലികളും കാര്യങ്ങളൊക്കെ ചുമതലകളും ഒക്കെ വേണമെങ്കിൽ അച്ചടിക്ക് നടപ്പാക്കാം. പക്ഷെ ഇവിടെ എന്താണ് അവിടെ തീർച്ചയായിട്ടും പറയുന്നത് ഇറ്റ്സ് എ കമാൻഡ് അല്ലെ. ഇവിടെ ഒരു ആജ്ഞാപനം പോലെ വേണമെങ്കിൽ നടപ്പാക്കാം. It enables workers to tackle the challenges posed by the top management of the company, which has a great resources at its command അല്ലെ. അവിടെ കൂടുതലായിട്ടുള്ള വിഭവശേഷി എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സസ് ആണ്. അതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ആഗ്രഹിക്കപ്പെടുന്നതെല്ലാം ലഭ്യം ചെയ്തു കൊടുക്കാനായിട്ട് അവിടെ താല്പര്യം കാണിക്കേണ്ടതുണ്ട്. തൊഴിലുടമയിൽ നിന്ന് ഇൻകേസ് തൊഴിലുടമ അവര് തൊഴിലാളികളുടെ ആവശ്യങ്ങളൊന്നും താല്പര്യത്തോടുകൂടി കേട്ടില്ല, അത് ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ യൂണിയന് അതിനനുസരിച്ചിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് അല്ലെങ്കിൽ അവര് തീരുമാനങ്ങൾ എടുത്തില്ലെങ്കിൽ തന്നെ സ്ട്രൈക്കിംഗ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദ ആക്ടിവിറ്റീസ് ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ യൂണിയൻ വിച്ച് ആർ കളക്റ്റീവ് in nature and help them establish equality with the management of the company. It is greatly help in bargaining with the management of the company on the matters relating to the employees. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇക്വാലിറ്റി വേണം അല്ലെ. മാനേജ്മെന്റിൽ എല്ലാ തൊഴിലാളികളോട് ഒരു വിവേചനം, മറ്റൊരു തൊഴിലാളികളോട് വിവേചനം ഒന്നും പാടില്ല. തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ യൂണിയൻ അതൊക്കെ ഇടപെട്ട് അവരെ ശ്രദ്ധയിൽപ്പെടുത്താനൊക്കെയുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, matching power with the resources എന്ന് പറയുന്നത്. It greatly helps in bargaining with the management of the company on the matters relating to the employees. Okay, അവിടെ bargaining with the management with the company on the matters relating to the employees. എംപ്ലോയീസിന്റെ റിലേറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ബാർഗെയിൻ ചെയ്യാനായിട്ട് അല്ലെ ഒരു പ്ലാറ്റ്ഫോമാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു ചർച്ച സംഘടിപ്പിക്കേണ്ടതുണ്ട്. അതിനെല്ലാം ചുക്കാൻ പിടിച്ചുകൊണ്ട് നിലനിർത്തുന്നത് യൂണിയനുകളായിരിക്കും, അല്ലെങ്കിൽ യൂണിയൻ നേതാക്കളായിരിക്കും അതിനൊക്കെ ചുക്കാൻ പിടിച്ചുകൊണ്ട് നിലകൊള്ളുന്നത്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ works as an intermediary between the employees and the employer. സ്പീഡ് കൂടുന്നുണ്ടോ? ജസ്റ്റ് വായിച്ചു നോക്കി പോട്ടോ. 2 പോയിന്റ് കൂടി അടുത്ത പോയിന്റിലേക്ക് പോവാം. പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻസുകൾ ഒന്നും അധികം
ചോദിച്ച് കാണാറില്ല കേട്ടോ. അതുകൊണ്ട് ജസ്റ്റ് പോയിന്റ്സുകൾ നോക്കി വെച്ചാൽ മതി. ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ യൂണിയന്റെ സവിശേഷത സ്വമേധയെ ഉള്ളതാണ്. കോമൺ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ തീരുമാനം എടുക്കാനായിട്ട് അല്ലെ. അതോറിറ്റി ആണെങ്കിൽ നമുക്കറിയാം അതിൽ നിന്ന് പറയുന്നവരുടെ താല്പര്യങ്ങളൊക്കെ മുകളിലെത്തിക്കുന്നു അല്ലെ. മാച്ചിങ് പവർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിന് അനുയോജ്യമായിട്ടല്ലേ അവിടെ ഹെൽപ്പിന്റെ ബാർഗെയിനിങ് വിത്ത് ദ മാനേജ്മെന്റ് ഓഫ് ദ കമ്പനി മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു ദ എംപ്ലോയീസ്. എംപ്ലോയിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ബാർഗെയിൻ ചെയ്യുന്നു. ഇപ്പൊ ചിലപ്പോൾ അവരുടെ എവിഡൻസുകളൊക്കെ ഉണ്ടാവും അല്ലെ. ചിലപ്പോഴെങ്കിൽ അവർക്ക് പ്രൊമോഷൻ കൊടുത്തിട്ടില്ല, അവർക്ക് ഇന്ന സമയം അവർ ഡ്യൂട്ടി ചെയ്തിട്ട് അവർക്ക് സാലറി കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ വർക്കിംഗ് കണ്ടീഷൻസ് അല്ലെങ്കിൽ ഹസാർഡ്സ് അപകടം നിറഞ്ഞ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഒരു പ്രിക്കോഷൻസ് അല്ലെ, അവർക്ക് മുൻകരുതലുകളൊന്നും കൊടുത്തിട്ടില്ല. അങ്ങനെയൊക്കെ എന്തെങ്കിലും ഇഷ്യൂസുകൾ ഉണ്ടെങ്കിൽ അതിന് ചേർന്ന വിധത്തില് അവർക്ക് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക അല്ലെ. ആ ഒരു മച്ചിങ് റിസോഴ്സസ് അവർക്ക് അവൈലബിൾ ആക്കി കൊടുക്കാനൊക്കെ ആയിട്ട് അവിടെ ഇടനിലക്കാരനായിട്ട് നിൽക്കുന്നത് ആരാണ്? നമ്മുടെ യൂണിയനുകളാണ്. അതുപോലെ തന്നെയുള്ള കാര്യം തന്നെയാണ് വർക്ക്സ് ആസ് ഇന്റർമീഡിയറ്റ് ബിറ്റ്വീൻ എംപ്ലോയീസ് ആൻഡ് ദ എംപ്ലോയർ എന്ന് പറയുന്നത്. ട്രേഡ് യൂണിയൻ ഓൾസോ പ്ലേ ദ റോൾ ഓഫ് മീഡിയേറ്റർ ബിറ്റ്വീൻ എംപ്ലോയീസ് ആൻഡ് ദ മാനേജ്മെന്റ് ഓഫ് ദ കമ്പനി. അതായത് കമ്പനിക്കും മാനേജ്മെന്റിനും തീർച്ചയായിട്ടും തൊഴിലുടമയെ ബോധ്യപ്പെടുത്തണമെങ്കിൽ മാനേജ്മെന്റിനെ ആദ്യം അറിയിക്കുക അല്ലെ. അപ്പൊ എംപ്ലോയീസിന്റെ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ എന്താണെന്നുള്ളത് മാനേജ്മെന്റിന് അറിയിക്കാനായിട്ട് ഇടനിലക്കാരനായിട്ടാണ് ട്രേഡ് യൂണിയൻ അവിടെ നിലകൊള്ളുന്നത്. Although the basic role of the trade union is to protect the interest of workers. തൊഴിലാളികളുടെ താല്പര്യങ്ങൾക്കാണ് കൂടുതൽ സംരക്ഷണം യൂണിയനുകൾ കൊടുക്കുന്നത് അല്ലെ. It also works as a means of clearly clarify any sort of a confusion or a tension between the workers and the management. തീർച്ചയായിട്ടും നമുക്കറിയാം എന്തെങ്കിലും ടെൻഷനുകൾ ഇപ്പൊ വർക്കേഴ്സ് എന്തെങ്കിലും ഇപ്പൊ ട്രെയിനിങ് കിട്ടാതൊക്കെ അവർക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ട്രെയിനിങ് ഒക്കെ വേണമെന്ന് മാനേജ്മെന്റിനെ ബോധ്യപ്പെടുത്തുന്നു. അപ്പൊ തൊഴിലുടമയെ അത് അറിയിച്ച് ആ ഒരു ടെൻഷൻ ഒന്നും ഇല്ലാതെയാക്കി തീർക്കുന്നു. ട്രേഡ് യൂണിയൻസ് ഈസി എന്താണ് പ്രോസസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് ആസ് ദ മാനേജ്മെന്റ് ആൻഡ് ക്യാൻ ജസ്റ്റ് കൺസൾട്ട് ദ ട്രേഡ് യൂണിയൻസ് ആൻഡ് റെസ്റ്റോർഡ് നീഡ് ടു ഡിസ്കസ് വിത്ത് അവർ എംപ്ലോയി ബിഫോർ അറൈവിംഗ് അറ്റ് ഡിസിഷൻ. ഇപ്പൊ ഒരു തീരുമാനമൊക്കെ എടുക്കുമ്പോൾ ഓരോ എംപ്ലോയിനോടും ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഫേവറബിൾ ആണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആരായാതെ നമുക്കറിയാം എംപ്ലോയീസിനെയൊക്കെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് യൂണിയനുകൾ പ്രവർത്തിക്കുന്നത്. സോ എന്താണ് യൂണിയന്റെ ആ ഒരു ഡിസിഷനില് തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ അവരുടെ പങ്ക് ഉണ്ടെങ്കിൽ ഓരോ എംപ്ലോയീസിനും അത് സൂട്ടബിൾ ആണെന്നുള്ള ഒരു മൈൻഡിൽ തന്നെ അവർക്ക് ഡിസിഷൻ ഒക്കെ എടുക്കാനായിട്ട് സാധിക്കും. The information is then disseminated among the employees from the end of the trade union. Okay, trade union ആണ് പിന്നെ എല്ലാ എംപ്ലോയീസിലേക്കും തീരുമാനങ്ങളൊക്കെ എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത്. Then it is also needed to carry out the task of assuring the employees positively regarding the decision taken by management with the consent of the trade union. Okay, നമുക്കറിയാം അവർക്ക് അല്ലെ പ്രേരിപ്പിക്കുക, persuading the employee പോസിറ്റീവ്ലി അവരെ പണിയൊക്കെ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ടാർഗറ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യാനായിട്ടാണെങ്കിൽ അവരെ പോസിറ്റീവ്ലി അവരെ പ്രേരിപ്പിച്ചുകൊണ്ട് മോട്ടിവേറ്റ് ചെയ്യുക. കാരണം നിങ്ങളുടെ ഈ പറഞ്ഞ ആവശ്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാനിങ്ങനെ ഇന്ന രീതിയിലുള്ള ഡിസിഷൻ ഒക്കെ എടുത്ത് വന്നേക്കണേന്നൊക്കെ ഉള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു രീതി ഇൻട്രസ്റ്റിന്റെ ബേസ് ചെയ്തിട്ടായിട്ട് ഡിസിഷൻ ഒക്കെ എടുത്തേക്കുന്നത് കൊണ്ടുള്ള അനുമാനത്തോടു കൂടിയിട്ട് അവരെ കൊണ്ടൊക്കെ വർക്ക് ചെയ്യിപ്പിക്കുക. തൊഴിലാളികൾക്കൊക്കെ അത് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് പോസിറ്റീവ്ലി അവർക്ക് ഒരു പ്രേരണ കൊടുത്തിട്ട് അല്ലെ തൊഴിലാളികളെ കൊണ്ട് നല്ല രീതിയിൽ എഫേർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മീഡിയേറ്റർ ആയിട്ട് നിൽക്കുന്നത് ആര് തന്നെയാണ്? നമ്മുടെ ട്രേഡ് യൂണിയനാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഒരു ഇന്റർമീഡിയേറ്ററി ബിറ്റ്വീൻ എംപ്ലോയീസ് ആൻഡ് എംപ്ലോയർ എന്ന് പറയുന്നത്. തൊഴിലാളികളുടെ ആവശ്യങ്ങൾ, തൊഴിലാളികളുടെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അവരുടെ അപകടങ്ങളുടെ അവസ്ഥയിൽ അവർക്ക് സിറ്റുവേഷൻസ് വേണം, ട്രെയിനിങ് വേണം അല്ലെ, അല്ലെങ്കിൽ സാലറി കൂട്ടി കിട്ടണം, അങ്ങനെ എന്തൊക്കെ ആവശ്യമാണോ അതെല്ലാം തന്നെ മീഡിയേറ്റർ ആയിട്ട് നിലകൊണ്ട് തന്നെ എംപ്ലോയറിനെ അറിയിക്കുന്നത് ആരാണ്? ആരായിരിക്കും മീഡിയേറ്റർ ആയിട്ട് നിലകൊള്ളുന്നത്? കണ്ടിന്യൂസ് ആയിട്ട് തിയറി പേപ്പർ എടുത്ത് പോകാത്തതാട്ടോ, കുറച്ച് ക്ലിക്ക് ചെയ്ത് കുറച്ച് ചോദിച്ച്, കാരണം ബോറടിച്ച് പോവാരുത് എന്ന് ഓർത്തിട്ട് തന്നെയാണ്. ആരാണ് മീഡിയേറ്റർ ആയിട്ട് നിലകൊള്ളുന്നത്? വർക്കേഴ്സിനും തൊഴിലാളികൾക്കും ഇടയിലെ, വർക്കേഴ്സിനും തൊഴിലുടമയ്ക്കും ഇടയിലെ ആരാ? നമ്മൾ ആരുടെ കാര്യം പഠിക്കുന്നത്? ട്രേഡ് യൂണിയൻ. ഓക്കെ, ട്രേഡ് യൂണിയൻ ആണ്.
എംപ്ലോയിക്കും എംപ്ലോയർക്കും ഇടയിൽ പ്രവർത്തിക്കുന്നത് ട്രേഡ് യൂണിയൻ ആണ്. ഓക്കെ, ആക്ട് ആസ് എ സബ് സിസ്റ്റം. ഓക്കെ ആണ്, ആക്ട് ആസ് എ സബ് സിസ്റ്റം. ഓക്കെ, നിങ്ങളിവിടെ ഉണ്ടെന്നുള്ള കാര്യം. ഓക്കെ, ഒരു പോയിന്റ് കൂടി ഉള്ളൂ, നോക്കാം. ദ റോൾ ഓഫ് എ ട്രേഡ് യൂണിയൻ ഹാസ് ഗ്രോൺ ഇൻ ഇമ്പോർട്ടൻസ് ദാറ്റ് ദേ ആർ നൗ കൺസിഡേർഡ് ആസ് എ പാർട്ട് ഓഫ് ദ സോഷ്യൽ സിസ്റ്റം. ഓക്കെ, നമുക്കറിയാം സോഷ്യൽ സിസ്റ്റത്തിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ട്രേഡ് യൂണിയൻ അവിടെ നിലകൊള്ളുന്നത്. Changes in the social, economic, political, and legal environment of the country greatly impact the nature of such a system. തീർച്ചയായിട്ടും നമുക്കറിയാം, ഏതൊരു കമ്പനി ആണെങ്കിലും ഓർഗനൈസേഷൻ ആണെങ്കിലും ഒക്കെ ട്രഡീഷണൽ ആയിട്ട് ഇന്ന കാര്യങ്ങളാണ് ചെയ്യണേന്ന് പറഞ്ഞുകൊണ്ട് നിലകൊണ്ട് കഴിഞ്ഞാൽ അങ്ങനെ നിൽക്കുള്ളൂ അല്ലെ, നശിച്ചു പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. പുതുമ നിറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ചിട്ട് നമ്മൾ മുന്നേറണം. അപ്പൊ സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയപരമായിട്ടും നിയമപരമായിട്ടൊക്കെ എന്താണ് ചേഞ്ചസ്, ആ ചേഞ്ചസിനോടൊപ്പം തന്നെ ചേർന്ന് വ്യാപൃതമായിട്ട് വേണം നമുക്ക് കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കണമെങ്കിൽ അല്ലെ. അപ്പൊ we can say that trade union work in a socio-economic system as a one unit in order to protect and promote the interest of all the members of employee. Okay, ഈ സാമൂഹികപരമായിട്ടും സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അല്ലെ, ചിലപ്പോ നമുക്കറിയാം ഈ അല്ലെ അവർക്ക് നിലവിലെ സാലറി ഒക്കെ ഉണ്ട്, പക്ഷെ അധികമായിട്ട് അവര് എന്തെങ്കിലുമൊക്കെ നേടാൻ ആവശ്യപ്പെടുന്നത് എന്താണ്, എംപ്ലോയിയുടെ കുറച്ചും കൂടി എക്കണോമിക് സ്റ്റാറ്റസ് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അതേമാതിരി തന്നെ സാമൂഹികമായിട്ടും ചിലപ്പോൾ ഡിഗ്നിറ്റി അല്ലെ, അവരുടെ അന്തസ്സും നിലനിർത്തുന്നതിനൊക്കെ വേണ്ടിയിട്ട് അവർക്ക് തൊഴിലില് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ വേണമെന്നുള്ള ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും അവരുടെ ഇൻട്രസ്റ്റ് താല്പര്യങ്ങൾ നേടിയെടുക്കുക അല്ലെ. അപ്പൊ ഒരു സബ്സിസ്റ്റമായിട്ട് നിലകൊള്ളുന്നത് ആരാണ്, ട്രേഡ് യൂണിയനുകളാണ്. ചേഞ്ചസ് ഇൻ ദ സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ എൻവയോൺമെന്റ് ഓഫ് ദ കൺട്രി അല്ലെ. അവിടെ കൺട്രികളിൽ രാജ്യത്ത് വരുന്ന എല്ലാ മാറ്റങ്ങളും, രാഷ്ട്രീയപരമായിട്ടുള്ള സ്വാധീനങ്ങളും മാറി വരുമ്പോൾ യൂണിയന്റെ സ്വാധീന ശക്തിയും ചിലപ്പോൾ മാറി വരാം, സാധ്യതയില്ലേ? യൂണിയന്റെ സ്വാധീന ശക്തികൾക്ക് മാറ്റം വരാൻ സാധ്യതയുണ്ടോ? രാഷ്ട്രീയപരമായിട്ട് മാറ്റങ്ങൾ വരുമ്പോൾ ഉണ്ടാവോ? സാധ്യതയുണ്ടോ? ഉണ്ട് അല്ലെ. അപ്പൊ ആ ചേഞ്ചസിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരേണ്ടത് ആവശ്യമാണ് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു സബ്സിസ്റ്റമായിട്ട് ആണ് അവിടെ ആക്ട് ചെയ്യുന്നത്, അവര് പ്രവർത്തിക്കുന്നത് അല്ലെ. അപ്പൊ മാറ്റങ്ങൾക്ക് അനുസരിച്ചിട്ട് മാറി വരുന്ന ഒരു യൂണിയനുകൾ ആയിട്ടായിരിക്കും അവിടെ നിലകൊള്ളുന്നത്. അതിനനുസരിച്ചിട്ടായിരിക്കും അവർക്ക് സ്ട്രെങ്ത് ഉണ്ടാവുക, മെമ്പേഴ്സിന്റെ ബലമായിരിക്കും. കൂടുതൽ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് സ്ട്രെങ്ത് കൂടുതലായിരിക്കും, ബാർഗെയിൻ ചെയ്യാനായിട്ടുള്ള പവറും അവർക്ക് ഇൻക്രീസിബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ നോക്കുക, അതിന്റെ സവിശേഷതകളാണ് ജസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ക്യാരക്ടറിസ്റ്റിക്സ്, അസോസിയേഷൻ എന്താണ് അവിടെ വോളണ്ടറി ആയിട്ടുള്ള നേച്ചറാണ്. ദെൻ കോമൺ ഇൻട്രസ്റ്റ്, ബോട്ടം അപ്പ് അതോറിറ്റി അപ്രോച്ച്, മാച്ചിങ് പവർ വിത്ത് റിസോഴ്സസ്, വർക്കേഴ്സ് ആസ് ഇന്റർമീഡിയറ്റ് ബിറ്റ്വീൻ അല്ലെ. നെക്സ്റ്റ് പറഞ്ഞു ആക്ട് ആസ് എ സബ് സിസ്റ്റം. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ റീസൺസ് എടുക്കാം. ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒക്കെയാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.